അങ്ങനെ ഞങ്ങൾ മാൾ ഓഫ് ഏഷ്യയിൽ എത്തി. ലേഡീസിന് ഇവിടെ ബാഗ് ചെക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിൽസിനാണെങ്കിൽ ഫുൾ ബോഡി ചെക്കിങ്ങും ഉണ്ട്. മാളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹാപ്പിനെസ് ആണല്ലേ, കാരണം നല്ല കൂളിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോണത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. വേറെ ഒന്നും നോക്കുന്ന പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ സമയം 3-3:30 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. എന്നാലും അതുപോലെ ഫുഡ് കോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ, എന്ത് ഫുഡാണ് ഓർഡർ ചെയ്യാന്ന്. പക്ഷെ ഋഷുവിന് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല കേട്ടോ. ഓന് പാസ്ത, ഇക്ക ചിക്കൻ കബാബ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങളാണെങ്കിൽ കുറേ ആലോചനകൾക്ക് ശേഷം പിന്നെ ചിക്കിങ് ആണ് കേട്ടോ എടുത്തത്. അപ്പം എന്നോട് കുറേ ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ, മോള് ബാംഗ്ലൂർ എന്താ ചെയ്യണത്, എന്താണ് പഠിക്കണത് എന്ന്. മോള് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓൾ ആദ്യം ഏവിയേഷൻ കേട്ടോ പഠിച്ചിരുന്നത്. ജോബ് കിട്ടിയപ്പോൾ പിന്നെ ഏവിയേഷൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നത് ലേൺസ്പിയർ എന്നുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. ബാംഗ്ലൂർ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന പാരൻസിന് വേണ്ട പിക്കപ്പ്, ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റി, അതുപോലെ തന്നെ കോളേജിൽ കൊണ്ടുപോകാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് പഠിക്കാനുള്ള സൗകര്യം എല്ലാം അവർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും വലിയ മാളിൽ വന്നിട്ട് ഫുഡ് കോർട്ട് പോയി ഫുഡ് കഴിച്ചു. പിന്നെ വാഗ ഒരു ഷോപ്പിലാണ് കേട്ടോ കയറിയത്. അതും ഞാനും മോളും മാത്രമേ കയറിയുള്ളൂ. സാറ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. വേറെ എവിടെയും ഞങ്ങൾ പോയില്ല. അതുപോലെ മാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു വ്യൂ കണ്ട് ആസ്വദിക്കാൻ, അല്ലാതെ ഷോപ്പ് കയറി ഇറങ്ങുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടു.